തേനീച്ചെല്ലാം വന്ന് കടിച്ചു. പട്ടി രണ്ടെണ്ണം ചത്തുപോയായിരുന്നു. ആറ്റിങ്ങൽ വലിയകുന്ന സ്പോർട്സ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ വീണ്ടും വലിയ തേനീച്ചക്കൂടുകൾ രൂപപ്പെട്ടു. കെട്ടിടത്തിന്റെ 3-ാം നിലയിലെ സൺഷെയ്ഡിലാണ് ഇവ കാണപ്പെട്ടത്. നിറയെ തേനീച്ചകളും പൊതിഞ്ഞിരിക്കുകയാണ്. ഇൻഡോർ സ്റ്റേഡിയം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിലും തേനീച്ചകൾ കൂടുകൂട്ടിയിട്ടുണ്ട്. ഈ കെട്ടിടത്തിൽ കൂടുകൂട്ടിയിരിക്കുന്ന തേനീച്ചകളുടെ കുത്തേറ്റ് കഴിഞ്ഞ മാസം 2 വളർത്തുനായ്കളെ സമീപത്ത് ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. നിരവധി യാത്രക്കാർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഇവിടെ നിന്നും തേനീച്ചയുടെ കുത്തേറ്റതായും വിവരമുണ്ട്. സ്റ്റേഡിയത്തിന് സമീപത്തെ കാരുണ്യ എന്ന വീട്ടിലെ വളർത്തുനായകളാണ് തേനീച്ചയുടെ കടിയേറ്റ് ചത്തത്. തുടർന്ന് സ്പോർട്സ് കൗൺസിൽ അധികൃതർ ഇടപെട്ട പെസ്റ്റ് കൺട്രോൾ വിഭാഗത്തെ വിവരമറിയിക്കുകയും അവരെത്തി കൂടുകൾ നീക്കം ചെയ്യുകയും ചെയ്തതാണ്. കഴിഞ്ഞ മാസം ഏപ്രിൽ 12-ാം തീയതി ഉച്ചയോടെ ഏകദേശം 1 മണിയോളം വീട്ടിൽ 2 പട്ടികളുണ്ട്. അതിനെ ഇവിടുത്തെ തേനീച്ച 10-15 തേനീച്ചകളുണ്ടായിരുന്നു. അതിലുള്ള തേനീച്ചെല്ലാം വന്ന് കടിച്ചു. പട്ടി രണ്ടെണ്ണം ചത്തുപോയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു. എന്നിട്ട് അവർ തേനീച്ചകൂടെല്ലാം നശിപ്പിച്ചായിരുന്നു. ഇപ്പോഴും ഒരാഴ്ചയായിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു ശലം വലിയ കൂട് 2 ഇപ്പോഴും ഉണ്ട്. അത് പുതിയതായിട്ട് വെച്ച കൂടായിട്ടാണ് തോന്നുന്നത്. എനിക്കൊരു മോളുണ്ട്, 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇത് മോള് എപ്പോഴും മുറ്റത്തൊക്കെ ഇറങ്ങുന്നതാണ്, ടെറസിലും പോകുന്നതാണ്, പട്ടിയുടെ അടുത്തൊക്കെ പോകുന്നതാണ്. ഇത് ഡെയിലി സത്യം പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ ലൈറ്റ് വീണ്ടും ലൈറ്റ് ഉള്ളതുകൊണ്ട് ഫുള്ള് തേനീച്ച വരും. രാവിലെ ആകുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഫുള്ള് ചത്ത് കിടക്കും രാവിലെ. ആഴ്ചകൾ പിന്നിട്ടതോടെ വീണ്ടും ഇവിടെ തേനീച്ചക്കൂടുകൾ രൂപപ്പെടുകയായിരുന്നു. എപ്പോഴും തിരക്കേറിയ സ്ഥലമാണ് ഇവിടം. സ്പോർട്സ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ മെഡിക്കൽ സ്റ്റോറും ലബോറട്ടറിയും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ഇവിടേക്ക് ദിവസവും എത്തപ്പെടുന്ന സ്ഥലവുമാണ്. തേനീച്ചക്കൂട് ഇഷ്ടംപോലെ തേനീച്ചക്കൂട് വരുന്നുണ്ട്. അത് ഒരു പ്രാവശ്യം പരുന്താകണ്ട വന്നടിച്ച് ഇവിടെയുള്ള ജനങ്ങളെയൊക്കെ കൊത്തുകയും അടുത്തുള്ള വീട്ടിൽ ഒരു 2 പട്ടികളെ കൂട്ടിക്കിടന്ന 2 പട്ടികളെ കൊല്ലുകയും ആ വീട്ടിലാണെങ്കിൽ പൊടിക്കുട്ടി വരെ ഉള്ളതാണ്. പൊടിക്കുട്ടിയും അസുഖമായിട്ട് കിടക്കുന്ന ഒരാളും. അപ്പോൾ ആ വീട്ടിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ അതിനെയൊക്കെ കൊത്തി നാശമാണ്. അതേപോലെ തന്നെ ഓട്ടോറിക്ഷക്കാരെ കൊത്തി, പിന്നെ അവർ ആക്രി പിറക്കുന്ന ഒരു സ്ത്രീയെ കൊത്തി, മെഡിക്കൽ സ്റ്റോറിൽ നിൽക്കുന്നവരെ കൊത്തി, അങ്ങനെ ആ പൈപ്പ് ബോർഡ്സും കാര്യങ്ങളും അവരുമൊക്കെ വന്ന് ഇത് ഇളക്കിയതാണ്. ഇളക്കിയിട്ട് ഇപ്പോൾ വീണ്ടും രണ്ടാമത് അതിൻ്റെ ഡബിളായിട്ട് തേനീച്ച കൂട് വെച്ചിരിക്കുകയാണ്. അവധിക്കാലമായതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ കുട്ടികൾ താമസിക്കുന്നില്ല. എന്നാൽ ഈ മാസം അവസാനത്തോടെ ഇവർ തിരികെ എത്തും. 100-ലധികം കുട്ടികളാണ് ഹോസ്റ്റലിൽ താമസിക്കുന്നത്. തേനീച്ചകളുടെ കൂട് ഇവർക്കെല്ലാം വലിയ ഭീഷണി തന്നെയാണ്. അധികൃതരുടെ അടിയന്തര ഇടപെടലുണ്ടായി തേനീച്ചക്കൂടുകൾ ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യമാണ് നിലനിൽക്കുന്നത്. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.